ഇവിടെ ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. 500 രൂപ അയച്ചാൾക്ക് 1000 രൂപ ആക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആള് ഇട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പത്തെ ഒരു തട്ടിപ്പ് കേസിന്റെ ഒരു രൂപ ഇട്ട ആൾക്ക് 2 രൂപ തിരിച്ചിട്ട് കൊടുത്തു, 500 രൂപ ഇട്ടെന്ന ആൾക്ക് 1000 രൂപ തിരിച്ചിട്ട് കൊടുത്തു. അതാണ് ഞാൻ കാട്ടിയ തെറ്റ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടരെ വിശേഷങ്ങൾ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പല രീതിയിൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്, പൈസ നഷ്ടപ്പെടുന്നുണ്ട്. എത്ര ചെയ്താലും എത്ര കൊണ്ടാലും നമ്മൾ മലയാളികൾ പഠിക്കില്ല എന്നുള്ളത് വളരെയധികം സത്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മല്ലു ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലിയുടെ ഒരു ഫ്രോഡ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന സുജിൻ എന്ന് പറഞ്ഞ ആള് ഇട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പത്തെ ഒരു തട്ടിപ്പ് കേസിന്റെ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ് ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. യെസ്, ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ പ്രാവശ്യവും മറക്കണ്ട, കൈനീട്ടം പോന്നോട്ടെ, എന്നിട്ട് ഇതാ ഇവിടെ ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിൽ, സ്ക്രീനിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു QR സ്കാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ QR നോക്കുമ്പോൾ സുജിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻസ്റ്റഗ്രാം, സുജിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളുടെ UPI ID ആണത്, ഗൂഗിൾ പേ UPI ID ആണ്. അപ്പോൾ ഇതിലെ തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു അധികം റിയാക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിഷുക്കൈ നീട്ടെന്ന് പറയുമ്പം ആളുകൾക്ക് ഇഷ്ടമുള്ള പൈസ അയച്ചു കൊടുക്കാം. പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്യാത്തത് കണ്ടപ്പോൾ സുജിൻ എന്ത് ചെയ്തു, കുറച്ച് സ്ക്രീൻഷോട്ട്സ് പടച്ചു വിട്ടു. അതായത് 100 രൂപ അയച്ച ആൾക്ക് 200 രൂപ ആക്കി കൊടുക്കുന്നു, 500 രൂപ അയച്ച ആൾക്ക് 1000 രൂപ ആക്കി കൊടുക്കുന്നു, 1000 അയച്ച ആൾക്ക് 2000 ആക്കി കൊടുക്കുന്നു. അങ്ങനെ ഇരട്ടി കൂടുതൽ പൈസ ഇട്ടുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു സ്ക്രീൻഷോട്ട് പടച്ചു വിട്ടു. അപ്പൊ അത് കണ്ടപ്പോൾ മലയാളികളുടെ ആർത്തി മൂത്ത് അവര് ആ ഒരു വലയിൽ കുടുങ്ങി എന്നുള്ളത്. അത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ബൈറ്റ് ആയിരുന്നു, നമുക്ക് കടിക്കാനുള്ള ഒരു ബൈറ്റ് ആയിരുന്നു. ആ ബൈറ്റിൽ ഒട്ടുമിക്ക അയാളുടെ സബ്സ്ക്രൈബേഴ്സും കുടുങ്ങി എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ അയാളുടെ ഫോളോവേഴ്സ് കുടുങ്ങി. അവരെന്ത് ചെയ്തു, ഓക്കെ പൈസ ഇട്ട് കൊടുത്താൽ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള ആർത്തിയിൽ അവര് കൂടുതൽ പൈസ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. പൈസ ഇട്ട് കൊടുത്തിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഫീസ് അടക്കാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റൽ ബില്ലിന് വേണ്ടിയിട്ട് വെച്ച പൈസയൊക്കെ പാവം സ്ത്രീകളെ മനസ്സ് വളരെ അചഞ്ചലമാണ്. പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഫ്രോഡുകളിൽ വിശ്വസിച്ച് പോകും. അങ്ങനെ അയച്ചു കൊടുത്തു. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാർക്കും പൈസ കിട്ടിയില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾക്ക് സുജിൻ തിരിച്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഫ്രോഡ് കണ്ടിട്ട്, അതായത് ഇരട്ടി പൈസ കിട്ടുമെന്നുള്ളൊരു അത്യാർത്തി മൂത്തിട്ട് ആളുകൾ പൈസ അയച്ചു കൊടുത്തു. പക്ഷേ ആളുകളുടെ ഈ ഒരു സ്വഭാവത്തെ, ഈ ഒരു മെന്റാലിറ്റിയെ സുജിൻ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. സുജിന് ഇതിന്റെ മുന്നേ വളരെയധികം പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ഒരാളാണ്. പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ അയാള് ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ള രീതിയിൽ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പൊന്നൂസ് തെറ്റിപ്പോയി, അതായത് ഭാര്യ തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ കുറെ വീഡിയോസ്, മക്കൾ ഇനി എൻ്റെ കൂടെയാണോ അവളുടെ കൂടെയാണോ, അങ്ങനെ മനുഷ്യന്മാരെ എന്താ പറയാ പ്രൊവോക്ക് ചെയ്യുന്ന രീതി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ തോന്നുന്ന രീതിയിൽ, നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിൽ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആളുകളെ കൊണ്ട് വ്യൂ ചെയ്യിപ്പിക്കുകയും ഇമാതിരി മോശം കോണ്ടന്റ്സ് ഒക്കെ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരാളാണ് സുജിൻ. അപ്പൊ കൂട്ടത്തിൽ ഇപ്പൊ അയാൾക്ക് ഒരു ഖ്യാതിയും കൂടി, അതായത് ആളുകളെ പറ്റിച്ച ഒരു യൂട്യൂബർ എന്നുള്ള ഒരു ഖ്യാതി കൂടെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാൽ, പ്രത്യേകിച്ച് അത് പിടിക്കപ്പെട്ടാൽ ജനങ്ങൾ അറിഞ്ഞാൽ അതിന് മാപ്പ് ചോദിക്കുക എന്നുള്ളതൊരു കോമൺ സെൻസാണ്. അതിങ്ങനെ ന്യായീകരിക്കുന്നതൊരു മോശ സ്വഭാവമാണ്. അപ്പോൾ ഇയാൾ ചെയ്തത് ന്യായീകരിക്കണം. അതായത് ഞാൻ ചെയ്തതൊന്നും തെറ്റല്ലേ രാമനാരായണ, ഞാൻ എന്തോ ഒരു പുണ്യകർമ്മം ചെയ്തു, അതിന് ഞാൻ എന്തൊക്കെയാണ് പഴി കേൾക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സുജിന്റെ പ്രതികരണം. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് പ്ലേ ആക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ കൊടുക്കുക സ്റ്റോറി എന്താണെന്ന് അതൊന്ന് കണ്ടോക്കി നോക്കുക. ഓക്കെ, ഒന്ന് കണ്ടോക്കി കണ്ടോ. ഇതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്റ്റോറി. ഈ സ്റ്റോറിയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് തരാമെന്ന്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. വിഷുവിന് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ QR കോഡ്. അതും ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക, കണ്ടോക്കി നോക്കുക.
ഓക്കെ, ഇതേപോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒട്ടുമൊക്കെ എല്ലാവരും QR കോഡ് കൊടുത്തിട്ട് വിഷു കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും QR കോഡ് ഇടുന്നുണ്ട്. എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കുക ചെയ്തിട്ടുള്ളൂ. എല്ലാവരും. എനിക്കും ആണെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു. ഞാൻ കാട്ടിയ ഒരു തെറ്റെന്താണെന്നറിയോ? എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയപ്പോൾ 1 രൂപ ഇട്ട ആൾക്ക് 2 റുപ്യ തിരിച്ചിട്ട് കൊടുത്തു. 500 രൂപ ഇട്ടെന്ന ആൾക്ക് 1000 രൂപ തിരിച്ചിട്ട് കൊടുത്തു. അതാണ് ഞാൻ കാട്ടിയ തെറ്റ്. എന്ത് മനസ്സിലായി? നല്ലത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് വള്ളിയായിട്ട് വരും. അത് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോഴൊന്നല്ല, കുറച്ച് അതായിട്ട് ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും അതെന്നെ മനസ്സിലാക്കി തന്നു. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക്, ഇഷ്ടംപോലെ ആൾക്കാർ അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ കാട്ടിയ ഏറ്റവും വലിയ തെറ്റാണ്. ഇങ്ങോട്ട് ഒരാൾ 100 രൂപ ഇട്ടപ്പോൾ തിരിച്ച് റിട്ടേൺ 200 രൂപ ഇട്ട് കൊടുത്തു. അതാണ് ഞാൻ കാട്ടി തെറ്റ് ഗൈസ്. അറിയാത്ത ആൾക്കാരത്തോടെ പറയുന്നത് അതാണ് ഞാൻ കാട്ടി തെറ്റ്. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം ഒക്കെ ഞാനിതുപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാനെന്നല്ല, എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. QR കോഡ് ഇട്ടിട്ടുണ്ട്. എന്ത് വിഷു കൈനീട്ടം പോന്നോട്ടെ. അതേപോലെ ഞാനും ഇട്ടുള്ളൂ. സത്യമായിട്ടും അതേപോലെ ഇട്ടു. ഞാൻ വിടില്ല, ഞാൻ ഇട്ട സ്റ്റോറിയാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നത്. ആ സ്റ്റോറി ഞാൻ എവിടെ എഴുതിയിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് 100 ഇട്ടാ 200 തരാം, 500 ഇട്ടാ 1000 തരാം, 5000 ഇട്ടാ 10000 തരാമെന്ന് ഞാൻ ഒരാളെടുത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? വിഷു കൈനീട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം സെക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് 1 രൂപ കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അതാണ് വിഷു കൈനീട്ടം. ഇപ്പോൾ ഈ സെക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അവന് 10000 രൂപ കൊടുക്കണം അല്ലെങ്കിൽ അവന് 1 ലക്ഷം രൂപ കൊടുക്കണം, അങ്ങനെയില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസയ്ക്ക് ആർത്തിയാണ്, എനിക്ക് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എവിടെ ആർത്തി? എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് കിട്ടുന്ന പൈസ എൻ്റെ കയ്യിൽ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ റിട്ടിട്ട് കൊടുത്തന്നെയാണ് ഇരട്ടി. റിട്ടം ഞാൻ പൈസ ഇട്ട് കൊടുത്തന്നെയാണ്. എനിക്കാണ് നഷ്ടം, അല്ലാണ്ട് നിങ്ങൾക്കല്ല. ഇപ്പോൾ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ആളുകൾ ഞാൻ തൊട്ടവനെ പറഞ്ഞു എനിക്ക് ആർത്തിയാണ് എന്ന്. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കുറച്ച് പേര് കമന്റ്സ്, ഇപ്പം ചില ആൾക്കാർ പൈസ ഇട്ടുന്നുണ്ട്. ചില ആൾക്കാർ പറയണത് അവിടെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. ആ വീഡിയോ ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ. വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം. അപ്പൊ മൈ ഡിയേഴ്സ്, ഈ മഹാനവറുകളുടെ വാദം എന്താണെന്നറിയോ? ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, എൻ്റെ മുന്നേ കുറേ പേരിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഇട്ടു, അത് വലിയ വിഷയമായി. എന്താ പറയാ, ലബിദിനത്തിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നു. 27-ാം രാവിലെ ആരൊക്കെയോ ഇതിനേക്കാൾ വലിയൊരു എമൗണ്ടിൽ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ എക്സ്പ്ലനേഷൻ്റെ ഒരു പ്രളയമാണ്. ആ ഒരു 20 മിനിറ്റ് വീഡിയോ ഉണ്ട്. ആ ഒരു 20 മിനിറ്റിനകത്തും ഇയാൾ പറയുന്നത് എക്സ്പ്ലനേഷൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ ചെയ്തത് എന്തോ വലിയ പുണ്യകർമ്മമാണ്, ഞാൻ വേറുള്ളവരെ സഹായിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. ശരിയായിരിക്കാം, മേ ബി കുറച്ച് പേർക്ക് അയാൾ പൈസ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു മെന്റാലിറ്റി കണ്ടിട്ട് ബാക്കിയുള്ള ആളുകളെ ചൂഷണം ചെയ്തത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. ന്യായീകരിക്കാനേ നമുക്ക് പറ്റില്ല. മലയാളികളുടെ ഇതുപോലെയുള്ള മെന്റാലിറ്റി ചൂഷണം ചെയ്യാൻ ആളുകൾ ഇനിയും വരും ഐഡിയസ്, ഇനിയും വരും. അതിൽ വീണു പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി. ഇതിലേറ്റവും വലിയ പ്രഹസനം എന്താണെന്നറിയോ ഐഡിയസ്? ഏറ്റവും വലിയ പ്രഹസനമായിട്ട് എനിക്ക് തോന്നിയത്, അയാളുടെ ആ വീഡിയോക്ക് എക്സ്പ്ലനേഷൻ്റെ താഴെയുള്ള വീഡിയോസ് നോക്കിയപ്പം ഒരുപാട് വീഡിയോസ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഒരുപാട് വീഡിയോസ്, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, ഒരുപാട് കോമെന്റ്സ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഈ കോമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, സുജിനേട്ടൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, കാശ് തിരിച്ചു തരുന്ന എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, സുജിനേട്ടന് കാശ് തിരിച്ചു കൊടുത്തത് സുജിനേട്ടന്റെ ഭാഗ്യം, അല്ല സുജിനേട്ടന്റെ നന്മ, അയാളൊരു പുണ്യവാനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് കമന്റ്സ് വരുന്നത്. മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ലേ? അതിനി അയാളുടെ അന്ധമായ ഭക്തരുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ യൂട്യൂബേഴ്സിനൊക്കെ ആൾദൈവമായി കാണാൻ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അന്ധമായ ഭക്തി കയറിയിട്ടാണോ ആളുകൾ ഇങ്ങനെ കമന്റ്സ് ഇടുന്നത്, അതോ സുജിൻ പൈസ കൊടുത്ത് ഇടിപ്പിക്കുന്നതാണോ, ഒന്നും അറിയില്ല. താഴേക്ക് നോക്കുമ്പോൾ എല്ലാം സുജിനെ പൊക്കി പറയുന്ന കമന്റ്സാണ്. കുറച്ച് മുകളിലെ കുറച്ച് കമന്റ്സ് മാത്രമേ ജെനുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി താഴെയുള്ളതെല്ലാം സുജിനെ സുഖിപ്പിക്കാനുള്ള കമന്റ്സ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും ആ ഏറ്റവും മുകളിലുള്ള കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം.
ഞാനും കൈനീട്ടം തന്നിരുന്നു, തിരിച്ചു കിട്ടാൻ വേണ്ടി അയച്ചതല്ല. പക്ഷേ ഒരു റിപ്ലൈ പോലും കിട്ടിയില്ല. അതാണ് ഒരു സീൻ. ഒരാൾക്ക് തോന്നുന്നത് എന്താ വെച്ചാല് റിപ്ലൈ എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു, അതെനിക്ക് തിരിച്ചു തന്നില്ലല്ലോ എന്നുള്ള ഫീലാണ് അയാൾക്ക്. പിന്നെ വേറൊരാള് ഒരാൾ നിങ്ങളെ വിശ്വസിക്കുന്നു എങ്കിൽ അവർ നിങ്ങൾ പറയുന്നത് എന്തും വിശ്വസിക്കും. അതുകൊണ്ടാവും പൈസ ഒന്നും നോക്കാതെ ഇട്ടു തന്നത്. അതിനെ ആർത്തി എന്ന് പറഞ്ഞു അടിച്ചമർത്തുന്നത് ശരിയാണോ എന്നുള്ളത്. വേറൊരാള് വിഷുക്കൈനീട്ടം എന്നത് എരന്ന് വാങ്ങുന്നതല്ല, മനസ്സറിഞ്ഞു തരുന്നതാ. ഇത് സത്യത്തിൽ ആരെ സപ്പോർട്ട് ചെയ്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിഷുക്കൈനീട്ടം ഈ സുജിൻ വാങ്ങിയതിനെ കുറിച്ചാണോ പറയുന്നത്, അത് സുജിന്റെ അടുത്തുനിന്ന് ബാക്കിയുള്ള ആളുകൾ ചോദിക്കുന്ന പൈസയാണോന്നോ അതും അറിയില്ല. ഞാൻ കണ്ടിരുന്നു സുജിന്റെ സ്റ്റോറി. ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുത്തത് കണ്ടപ്പോൾ ഏതൊരു മലയാളിയെയും പോലെ ഞാനും ഒന്ന് ആലോചിച്ചു അയച്ചാലോന്ന്. പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇതിൽ അയക്കുന്നവരൊക്കെ ഡബിൾ ആയി കിട്ടുമെന്ന് കരുതി തന്നെയാണ് അയച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഉറപ്പ്, സത്യല്ലേ? ഡബിളായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ചാനലിൽ ജെനുവിനായിട്ടുള്ള ഓഡിയൻസ് വന്നിട്ട് ആക്കുന്നത്. ഇതിൽ അയാൾ കുറെ മോഡിഫൈ ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള കമന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് സുജിന്റെ ചാനലിൽ നമുക്ക് ഇതുപോലെയുള്ള കമന്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇതുപോലെ പ്രശ്നമുള്ള ആളുകളുടെ ഒരുപാട് കമന്റ്സ് അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് പറയുന്നുണ്ട്, ഒരു കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇനി എങ്ങനെയാണ് പരീക്ഷ ചെയ്തത്, ഞാൻ 2000 രൂപ അയച്ചു കൊടുത്തു, എൻ്റെ 2000 രൂപ എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി കരയുന്നുണ്ട്. പിന്നെ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു യൂട്യൂബർ അയാളുടെ യൂട്യൂബ് ചാനലിലാണ് ആദ്യമായിട്ട് ഈ സത്യങ്ങൾ റിവീൽ ചെയ്തത്. അതിനകത്തൊരു സ്ത്രീൻ്റെ വോയിസ്, ഞാൻ പൈസ അയച്ചു കൊടുത്തു, ഞാൻ കൊടുത്ത പൈസയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, 500 രൂപയാണ് കൊടുത്തത്, അതെനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ഒരു ഡ്രീം റൈഡർ ആ പെൺകുട്ടിയുടെ വോയിസ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ സുജിൻ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്താണെന്ന് പറയാ, പറഞ്ഞ ആള് വലിയ അക്രമിയായി. ഒരു നെഗറ്റിവിറ്റി എക്സ്പോസ് ചെയ്ത ആളെന്താണ് തെറ്റുകാരനാണ്. പക്ഷെ തെറ്റ് ചെയ്ത ആൾ ഇപ്പോഴും വിലസി നടക്കുന്നു. അയാൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. മനുഷ്യന്മാരുടെ പ്രത്യേകിച്ച് കേരളക്കാരുടെ മെന്റാലിറ്റി മാറിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതിലും വലിയ ചതിക്കുഴികളിൽ നമ്മൾ വീഴും. അപ്പം അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഇതുപോലത്തെ ഓരോ കൂടങ്ങൾ നമ്മൾ തലയിൽ വലിച്ചിട്ടില്ല. നമുക്കൊരു മിനിമം കുറച്ച് വിശ്വാസമുള്ള ഒരാളോട് മാത്രം പൈസ ഇടപാട് നടത്തുക. അതല്ലാണ്ട് എവിടെയെങ്കിലും കാണുന്ന ഒരു സംഭവം വെച്ചിട്ട് പൈസ ഇടപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പൈസയും പോകുന്ന തന്നെയുള്ളൂ. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 200 രൂപ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഫ്രോഡ്, ഇതൊക്കെ ഫ്രോഡാണ്, വെറും ഫ്രോഡാണ്, പക്ക ഫ്രോഡാണ്. അതിലൊക്കെ വീഴാതിരിക്കുക. മനുഷ്യൻ്റെ ഒരു ബേസിക് സംഭവമാണ് ആർത്തി. അത് ശരിയാണ്. അതായത് കൂടുതൽ പൈസ വേണം എന്നുള്ള ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും, അത് സത്യമാണ്. പക്ഷെ അത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ സെൻസാണ്. ആ സെൻസ് ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സുജിന്മാർ നമ്മളെ ഇനിയും ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ തലയിൽ നിന്ന് വരുന്ന ബുദ്ധി. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.